ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഞാണ്ടൂർ കോടത്തിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ ആശാബാബു. അപ്പോൾ ഒരുപാട് വികസനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ ചെയ്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് ചോദിക്കാം, എന്തൊക്കെ വികസനങ്ങളാണ് അവിടെ ചെയ്തെന്നുള്ളത്. ശ്രീമതി ആശാബാബു എന്ന് വിളിക്കുന്നു അതോ ആശാബാബു എങ്ങനെയാണ്? സാധാരണ എല്ലാരും എന്നെ കുമാരി ആശാബാബു എന്നാണ് വിളിക്കുന്നത്. കുമാരി, അപ്പൊ ശ്രീമതി ആയിട്ടില്ല, നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. കുമാരി ആശാബാബു, അപ്പോ നമ്മള് വാർഡിൽ ചെയ്ത വികസനങ്ങളെ കുറിച്ചൊരു നമുക്കൊന്ന് പറഞ്ഞു തരാമോ? നിലവിൽ ഞാണ്ടർകോണം വാർഡിൽ വികസനങ്ങൾക്ക് പുറമെ വാർഡിനെ കുറിച്ച് പറയുക, ആദ്യം വാർഡിനെ കുറിച്ച് ഒരു ആമുഖം നമുക്ക് പറയണമല്ലോ. അപ്പോ ഞാണ്ടർകോണം വാർഡ് എന്ന് പറയുന്നത് ഇതിനു മുന്നേ ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ ശ്രീകാര്യം ഗ്രാമപഞ്ചായത്ത് ആയിട്ടുള്ള ഒരു വാർഡായിരുന്നു. അതില് ശ്രീകാര്യം ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം നഗരസഭയോട് കൂട്ടിച്ചേർത്ത ഒരു വാർഡ് കൂടിയാണ് ഞാണ്ടർകോണം വാർഡ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 6000-ഓളം കുടുംബങ്ങളാണ് അവിടെ നിലവില് നമുക്ക് വാർഡിൽ ഇപ്പോൾ ഉള്ളത്. പുതിയതായിട്ട് വന്ന ഡീലിമിറ്റേഷൻ കാരണം വാർഡ് 2ആയിട്ട് വിഭജിക്കുകയാണ്. അപ്പോൾ വിഭജിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്തോരം ഏരിയ കൂടുതലായിട്ടുള്ള ഒരു വാർഡാണ്. പ്രധാനമായിട്ടും ചെമ്പഴന്തി മേഖല, ആ ഒരു മേഖല തുടങ്ങി പന്തലക്കോട് എന്ന് പറയുന്ന ഒരു മേഖല വരെ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു വാർഡാണ്. നമുക്ക് എത്ര നഗരസഭയിൽ നിന്ന് ഫണ്ട് തന്നാലും തികയാത്തൊരു വാർഡാണ് ഞാണ്ടർകോണം വാർഡ് എന്ന് പറഞ്ഞാല്. ഞാനിപ്പോ എന്തായാലും ഒരു 5.5 കോടിയോളം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് പോരാ. അത്രയും വിശാലമായി കിടക്കുന്ന സ്ഥലമാണ്. പുതിയതായിട്ട് ഒട്ടനവധി വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും കഴക്കൂട്ടം മേഖല എന്ന് പറയുന്നത് ഒരു ടെക്നോ സിറ്റി മേഖലയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് പുറത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ വാർഡിലേക്കൊക്കെയാണ് അവർ പുതിയതായിട്ട് താമസക്കാരായിട്ട് വരുന്നു. ഒത്തിരി വീടുകൾ വരുന്നു. അതിലേറെ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ പഞ്ചായത്തുമായിട്ട്, വെമ്പായൂർ പഞ്ചായത്തും പോത്തങ്കോട് പഞ്ചായത്തുമായിട്ടും സംഗമിക്കുന്ന ഒരു സംഗമ സ്ഥലം കൂടിയാണ് ഞാണ്ടർകോണം വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചായത്തും നഗരസഭയും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞാണ്ടർകോണം വാർഡ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ നഗരസഭയിലേക്ക് ചേർന്നു എന്ന് ചോദിച്ചാൽ ആ ഒരു ഗ്രാമപ്രദേശത്തിന്റെ അലയൊലികളൊക്കെ ഞാണ്ടർകോണം വാർഡിലുണ്ട്. എന്നാൽ വികസനത്തിന്റെ, നഗരവുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിന്റെ ആ ഒരു പുതുമയും കൂടി നമുക്ക് ഞാണ്ടർകോണം വാർഡിൽ വന്നാൽ കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ വർഷം നമുക്ക് എല്ലാ സാമ്പത്തിക വർഷവും നമുക്ക് നഗരസഭയിൽ നിന്നും 80 ലക്ഷം രൂപയാണ് നമുക്ക് തരുന്നതെങ്കിലും നമ്മളത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എന്തായാലും 1 കോടിക്ക് പുറമെ നമ്മൾ ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കും. അങ്ങനെയാണ്. അങ്ങനെ ഏകദേശം ഇതുവരെയും ഒരു 5.5 കോടിയിലേറെ കൂടുതലായി ഈ ഒരു 5 വർഷ കാലഘട്ടവും ഒരു ജനപ്രതിയായി നിന്ന് എനിക്ക് നഗരസഭയിൽ നിന്നും ഈ ഒരു ഫണ്ട് വാങ്ങിച്ച് എന്റെ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചു. എന്നാലും തീർന്നിട്ടില്ല. ഇനിയും ഒട്ടനവധി വർക്കുകൾ നിരവധിയായിട്ട് ചെയ്യാനുണ്ട്. ബഹുമാനപ്പെട്ട MLA സഹായത്തോടു കൂടി തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനേറെയുണ്ട്. പുതിയതായിട്ട് MLA ഭാഗത്ത് നിന്ന് തന്നെ നമ്മുടെ ഒരു അംബേദ്കർ നഗർ എന്ന് പറയുന്ന ഒരു ഉന്നതി കഴിഞ്ഞ ദിവസമായിരുന്നു അതിന്റെ അംബേദ്കർ ഗ്രാമ പദ്ധതിയിലേക്ക് 1 കോടി രൂപ വികസനം ആ ഒരു ഉന്നതിയിലേക്ക് അദ്ദേഹം തരികയുണ്ടായി. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഞാണ്ടർകോണം വാർഡിൽ നടക്കുന്നുണ്ട്. അപ്പോ 5.5 കോടി രൂപ പോയിട്ട് അല്ലാതെ MLA 1 കോടി കൂടെ മേടിച്ചു. എന്നിട്ടും പോരാ. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാമപ്രദേശവും നഗരവുമായിട്ട് കൂട്ടി ഇണങ്ങി പോകുന്ന ഒരു വാർഡാണ് അത്. 6000 കുടുംബങ്ങൾ എന്നാണ് പറയുന്നത്. 6000-ലേറെ കുടുംബങ്ങൾ ഇപ്പോൾ അവരെല്ലാം നമ്മളിപ്പോ ചേർത്തിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും ഇതാണ് ഏതാണ്ട് ഒരു രൂപരേഖയാണ് ഞാണ്ടർകോണത്തെ കുറിച്ച് പറഞ്ഞത്. ആ നാടിൽ അവിടെ ജനിച്ചു വളർന്നതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അതിനെ മാത്രം ഇങ്ങനെ വാദോരാതെ, പ്രത്യേകിച്ചും എന്റെ പിതാവും മാതാവും ഒരു സാമൂഹിക പ്രവർത്തകരായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെയുള്ള ഏകദേശം പ്രദേശങ്ങളും ഏരിയകളും നല്ല വിശദമായിട്ട് അറിയാവുന്നതാണ്. അതെ അതെ. ശരി, ഇനി നമ്മൾ അവിടെ ചെയ്ത പ്രധാന വിഷയങ്ങൾ പ്രധാനമായിട്ടും ഞാണ്ടർകോണം വാർഡില് നമുക്ക് ഒട്ടനവധി സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ വാർഡില് 10ഓളം അംഗൻവാടികളുണ്ട്. നിലവിൽ 10 അംഗൻവാടികളുണ്ട്. അതില് പൂർണ്ണമായിട്ടും 10 അംഗൻവാടി എനിക്ക് പൂർത്തീകരിച്ചിട്ട് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതില് 8 അംഗൻവാടിയുടെ മെയിൻ്റനൻസ് പ്രവർത്തികൾ, പുനർനവീകരണ പ്രവർത്തികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു അംഗൻവാടി പുതിയതായിട്ട് കെട്ടിടം പണിയണമെന്നുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഓൾറെഡി മുന്നത്തെ കൗൺസിൽ അവിടെ സ്ഥലം വാങ്ങിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം അവിടെ പന്തലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയതായിട്ട് 25 ലക്ഷം രൂപയ്ക്ക് ഒരു പുതിയ കെട്ടിടം എനിക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിന്റെ പണിയെല്ലാം പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതോടൊപ്പം അംബേദ്കർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ കെട്ടിടം വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിൽ അത് പൂർത്തീകരിക്കാൻ
പണി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ പുതിയ കെട്ടിടം കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ പണി പൂർത്തീകരിക്കുന്നു. അങ്ങനെ 10ഓളം അംഗൻവാടികൾക്ക് കെട്ടിടം കൊടുക്കാനായി എന്നുള്ളൊരു, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാനായി എന്നുള്ളൊരു ആത്മസംതൃപ്തിയുണ്ട്. അതിലിപ്പം നിലവിൽ സ്മാർട്ട് അംഗൻവാടിയായിട്ട് ഒരു അംഗൻവാടിയാണ്, 2 അംഗൻവാടിയാണ് ഉള്ളത്. ശാന്തിപുരം അംഗൻവാടിയും വലിയ വിളയിലുള്ള അംഗൻവാടിയാണ്. AC അല്ല, ഇതെല്ലാം നമ്മൾ ഫുൾ കംപ്ലീറ്റ് എല്ലാ വർക്കും ചെയ്ത് റൂഫിംഗ് വരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ അംഗൻവാടികൾക്കും. അങ്ങനെയുള്ള എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചു. പിന്നെ അതിനുശേഷം നിലവിൽ അടുത്ത സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാണ്ടർകുളം ജംഗ്ഷനിൽ തന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു കമ്മ്യൂണിറ്റി ഹാള് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അതിന്റെ ഫ്രണ്ടിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അത് നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്കനുസരിച്ച് തുറന്നു കൊടുക്കും. അതോടൊപ്പം തന്നെ ഒരു ആവശ്യങ്ങൾക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതിലൊരു ചെറിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ പ്രദേശത്തിന്റെ സ്ഥലം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതായത് നമ്മൾക്ക് അധികം ഭയങ്കരമായിട്ട് ഓവർ പബ്ലിക് വരുന്ന ഒരു പ്രദേശമല്ല. അതായത് നമ്മുടെ ഈ സിറ്റി മേഖലയെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അധികമായിട്ട് അതെ. അപ്പോഴത്തേക്കും അവിടെ നമുക്ക് ഫുള്ളി ആയിട്ട് നമ്മൾ നഗരസഭയിൽ അറിയാം, നമ്മൾ അവിടെ പൈസ കൊടുത്തിട്ടാണ് ആളിനിരിക്കുന്നത്. അപ്പൊ പൈസ കൊടുക്കുമ്പോൾ അവര് കരാർ ആരെങ്കിലും ഒരാൾ എടുത്തതിന് ശേഷമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ കരാർ എടുത്താലും അവർക്ക് ആ ഒരു പൈസ മുതലാക്കാൻ പറ്റാത്തത് കൊണ്ട് നിരവധി തവണ ലേലത്തിൽ പോയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ലേലത്തിൽ പോയിട്ട് ആരും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടി വരുമ്പോൾ നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് അത് ഓപ്പൺ ആക്കി കൊടുക്കും. പിന്നെ നമ്മുടെ ഹെൽത്തുകാര് എല്ലാ ആഴ്ചയും വന്ന് ക്ലീൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നം. ഞാൻ പബ്ലിക്കിന് വേണ്ടി ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടൊപ്പം വാർഡിൽ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്. അതിന്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ 10 ലക്ഷം രൂപ നഗരസഭയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം വാർഡിൽ ഒരു ഹോമിയോ ക്ലിനിക് ഉണ്ട്. ആ ഹോമിയോ ക്ലിനിക്ക് ഞാൻ വന്നപ്പോൾ വളരെയധികം പരിതാപകരമായിരുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് റൂഫിങ്ങും ചെയ്ത് കഴിഞ്ഞു. അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം പാങ്ങപ്പാറ PHC ആണ് നമ്മുടേത്. പാങ്ങപ്പാറ PHCയുടെ തന്നെ 2 സബ് സെന്ററുകളുണ്ട്. ഒന്ന് അരുവിക്കര കോണത്തും, അത് ബഹുമാനപ്പെട്ട MLA ആണ് അതിന്റെ കെട്ടിടം പണിതത്. അടുത്തത് എന്ന് പറഞ്ഞാൽ ആനന്ദേശ്വരത്വമാണ്. ആ ആനന്ദേശ്വരത്തുള്ള സബ് സെന്റർ നവീകരിച്ച് റൂഫ് ഇടാനും എനിക്ക് സാധിച്ചു. ഇത്രയാണ് പ്രധാനമായിട്ടും ചെയ്തത്. അതോടൊപ്പം തന്നെ ഒട്ടനവധി ഒരു പ്രദേശവും നമ്മൾ എല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഒരു പ്രദേശവും വിട്ടുപോകാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നഗരസഭയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്ന രീതിയിൽ പ്രധാനമായിട്ടും എല്ലാ പ്രദേശങ്ങളിലും അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇലക്ഷൻ ഇറങ്ങിയപ്പോൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം എനിക്കിപ്പോ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഗതാഗതത്തിന് അവർക്ക് നല്ല രീതിയിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്നതിൽ ഞാൻ ആത്മസംതൃപ്തിയാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. I'm Dr. Rehna, Alpha Hills Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ,
പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, ഞാനൊരു കോണത്തിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ ഇവിടെ ഇരിപ്പുണ്ട്. വികസനങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇനി അവിടുത്തെ എന്താണ് വികസനങ്ങൾ ആവശ്യം? കൗൺസിലറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ചേട്ടാ, ഇനി നമുക്ക് പുതുതായിട്ട് സിംഗിൾ ലൈൻ അതൊക്കെ ഒറ്റ വഴികൾ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പോലെ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 1-2 റോഡുകളുടെ കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ. അതായത് എടത്തറ ഭാഗത്ത് നിന്ന് അയ്യങ്കോയിലേക്ക് വരുന്ന റോഡിന്റെ കോൺക്രീറ്റ്, പിന്നെ ആ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റുകളിൽ പുതുതായിട്ട് ഇടാനുള്ള ലൈനുകളൊക്കെ അത് കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എടത്തറ ഭാഗത്തുള്ള കുളം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് അവിടെ ഞാൻ ഉൾപ്പെടുന്ന ഭാഗത്ത് ഡെവലപ്മെന്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ. അതായത് എടത്തറ ഭാഗത്തുള്ള നമ്മുടെ ആ മെയിൻ തോടിനോട് ചേർന്ന് നടക്കുന്ന റോഡ് കോൺക്രീറ്റിംഗ് അല്ലേ? അതെ, അത് മുതൽ 2 വർഷമായിട്ട് നടക്കുന്നത് ആ റോഡിന്റെ കോൺക്രീറ്റിംഗ്, തൊട്ടപ്പുറത്ത് അവിടുന്ന് ആത്രശ്ശേരിയിലേക്ക് പോകുന്ന വഴിയുടെ റോഡ് കോൺക്രീറ്റിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. പിന്നെ ഇടവഴിയുള്ളത് അയ്യങ്കോയിലേക്ക് വരുന്ന റോഡാണത്. അത് മുമ്പ് കോൺക്രീറ്റ് ടാറിങ് ഉണ്ടായിരുന്നതായിരുന്നു. അത് ഇടത്തറയിൽ വന്ന അയ്യങ്കോയിക്കിൽ നിന്ന് ഇടത്തറയിലേക്ക് വരുന്ന റോഡാണ്. ഓക്കെ. അത് കുറച്ച് വർഷം നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനും കുറച്ച് ടാർ ചെയ്യാനായിട്ടുള്ളതുണ്ട്. ശരി ശരി ശരി. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ 10 അംഗനവാടികളിലും കുട്ടികളുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്? എല്ലാ അംഗനവാടികളിലും എന്തായാലും ഒരു 10-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ എല്ലാം പോയി നോക്കാറുണ്ടോ? ഉണ്ട്. നമുക്ക് എല്ലാ മാസവും ALMC, അതായത് ഇതൊരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി നമുക്ക് കൂടാനായിട്ടുണ്ട്. അപ്പൊ എല്ലാ മാസങ്ങളിലും പോവാറുണ്ട്. എല്ലാരും നോക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ കുറച്ച് ടെൻഷനെങ്കിലും മാറുന്നത് കുഞ്ഞുങ്ങളോടൊന്ന് സംസാരിക്കുമ്പോ. ടെൻഷൻ ഉണ്ടാകേണ്ട വലിയ കാര്യമൊന്നുമില്ലല്ലോ. ശ്രീമതി ആണെങ്കിൽ ടെൻഷൻ ഉണ്ടാവും, കുമാരിയാണെങ്കിൽ ടെൻഷൻ ഉണ്ടാകത്തില്ല. അല്ല, അത് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്കാണ് നമുക്കൊരു ഇത് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് എത്ര സ്കൂളുകളുണ്ട് അവിടെ? നിലവിൽ എനിക്ക് ആകെ ഒരു സങ്കടം ഉള്ളത്, നഗരസഭയുമായി ബന്ധപ്പെട്ടോ സർക്കാരുമായി ബന്ധപ്പെട്ട യാതൊരു സ്കൂളും ഞാൻ തൃക്കോണം വാർഡിലില്ല. ഞാൻ പഠിച്ചത് സെന്റ് മേരീസിലാണ്. ഓക്കെ, ഞാൻ സെന്റ് മേരീസ് പട്ടത്തിലാണ് പഠിച്ചത്. പട്ടം സെന്റ് മേരീസ്. അതെ അതെ, അവിടത്തെ കുട്ടിയാണ്. അതെ, അത് കഴിഞ്ഞിട്ട് ചെമ്പഴന്തി കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലയോള കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏത് വിദ്യാഭ്യാസത്തിന്റെ ഒരു എവിടം വരെ എത്തി? ഞാൻ എന്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം MSc കൗൺസിലിംഗ് സൈക്കോളജിയാണ്. അതെ അതെ. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും. അതെ, ഇലക്ഷനിൽ കയറിയപ്പോഴത്തേക്കും അതുവരെ ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലർ ആയിരുന്നു. പക്ഷെ നഗരസഭയിലെ ഒരു ജനപ്രതിനിധിയായപ്പോ ജനങ്ങളുടെ ഒരു കൗൺസിലറായിട്ട് മാറി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമുക്ക് അവിടെ സ്കൂളില്ല, സ്വകാര്യ സ്കൂളുകളുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്കൂള് വരണം എന്നൊരു ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും അവിടെ ഒരു സ്കൂള് വരണം എന്ന് സംവിധാനം ചെയ്തുകൂടെ? ഈ പോകുന്നതിന് അവിടെ ഒരു സംവിധാനം ചെയ്യാനായിട്ട് നിലവിൽ നഗരസഭയുടെ സ്ഥലം നമുക്ക് ലഭിക്കാനില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രധാനമായിട്ടും ഉണ്ടെങ്കിൽ തന്നെ ഒരു വലിയൊരു കുളം അങ്ങനെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. നമുക്കൊരു സ്കൂള് കെട്ടാനോ ഒരു അംഗൻവാടി നിർമ്മിക്കാനോ ഉള്ള നഗരസഭയുടെ സ്ഥലങ്ങളില്ല.
ആരോടത്തെങ്കിലും നമ്മളിപ്പം ചിലപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും സംഭാവന തരത്തില്ല. ആ പ്രദേശം സ്കൂളുകൾക്ക് അവിടെ സ്കൂളിന് വലിയ സ്ഥലം വേണം. ചെറിയ സംവിധാനങ്ങൾക്കെല്ലാം ചെറിയ LP സ്കൂളിനൊക്കെ വേണ്ടിയിട്ട് LP സ്കൂളിന് ആരെങ്കിലും സമ്മതമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചാൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഒരു സ്കൂൾ കൂടി വരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അവിടെ. ഉണ്ട്. അതെ അതെ, നല്ല കാര്യം നടക്കട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കിപ്പോ അവിടെ വലിയ വികസനം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല. അപ്പൊ നമുക്ക് ആരോഗ്യ മേഖലയിലേക്ക് പോകും. ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ആരോഗ്യ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാങ്ങപ്പാറ PHCയുടെ 2 ഹെൽത്ത് സെന്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നഗരസഭയുടെ വയോമിത്രം എല്ലാ മാസവും കൃത്യമായിട്ടും 2 തിങ്കളാഴ്ചകളിൽ വന്ന് വിവിധ പ്രദേശങ്ങളിൽ വന്ന് നമ്മുടെ 60 വയസ്സിന് താഴെയുള്ള 60 വയസ്സിന് മുകളിലുള്ള ജനങ്ങൾക്ക് അവർക്ക് വന്ന് സൗജന്യമായിട്ട് അവരുടെ മെഡിസിനും ഡോക്ടേഴ്സ് വന്ന് പരിശോധിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നു. അതിൽ ഒട്ടനവധി വയോജനങ്ങൾ വരുന്നതും വളരെയധികം സന്തോഷമാണ്. അവർക്ക് ദൂരെ ആശുപത്രികളിലൊന്നും പോവാതെ തന്നെ അവരുടെ ഷുഗർ, ജീവിതശൈലി രോഗങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണിക്കും. അതിനനുസരിച്ച് ഡോക്ടർ നഗരസഭയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നത് വഴി ഗുളിക കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം ഈ 2 സബ് സെന്ററിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് കൊച്ചു കുഞ്ഞുങ്ങൾ, അതോടൊപ്പം വയോജനങ്ങൾ, അതോടൊപ്പം തന്നെ ഗർഭിണികൾ, അവർക്കൊക്കെ നമുക്ക് പാങ്ങപ്പാറ ദൂരെ ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ ഇവിടെ കൃത്യമായിട്ടും ക്ലിനിക്കുകൾ വെക്കുന്നുണ്ട്. ആ ക്ലിനിക്കുകൾ നല്ല രീതിയിലുള്ള ജനസംഖ്യ എന്നാണ് എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും നഴ്സുമാരും ആശാ വർക്കേഴ്സും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു മേഖല കൂടിയാണ്. അതോടൊപ്പം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഞങ്ങൾ കയറിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ, 2020 കോവിഡ് എല്ലാം പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കയറിയത്. വളരെയധികം അഭിമാനത്തോടെ തന്നെ പറയാം, ഒരു 60-ലധികം വാക്സിനേഷൻ ക്യാമ്പുകൾ, അതോടൊപ്പം RT-PCR ടെസ്റ്റുകൾ കയറുന്ന ആ ഒരു സാഹചര്യത്തിൽ ലോകമെല്ലാം പിടിച്ചടക്കി ഒരു മുറിക്കകത്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കയറിയ ജനപ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ എനിക്ക് ഇഷ്ടം പോലെ നമ്മുടെ വാർഡിലുള്ള എല്ലാ യുവജനങ്ങളും പൊതുരംഗത്തിറങ്ങി അവരുടെ ജീവൻ പോലും മാറ്റിവെച്ചിട്ട് കോവിഡ് രോഗികളെ കൊണ്ടുപോകാനും അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും നഗരസഭയിൽ നിന്ന് തന്നെ അനുവദിക്കുന്ന ഭക്ഷണം കൊടുക്കാനും എല്ലാ സാഹചര്യങ്ങൾക്കും ഞാൻ അവരെ പ്രത്യേകിച്ച് അവർക്ക് ഈ പരിപാടിയിലൂടെ തന്നെ എൻ്റെ RTT വോളണ്ടിയേഴ്സിന് നന്ദി പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു വന്നു. നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു കോവിഡ് കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പൊ പുതിയതായിട്ട് നഗരസഭയുടെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഞങ്ങളുടെ വാർഡിൽ വരികയാണ്. അപ്പോൾ അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആരോഗ്യ മേഖലയും വലിയ കുഴപ്പമില്ലാതെ പോയി. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. Chungat Gold, precious like me. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at My Own Parthas.
60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംപാക് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംപാക് ഗ്രൂപ്പ്. ടിംപാക് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilil Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ഞാണ്ടൂർ കോണത്തിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ നാട്ടുകാരി. അപ്പോ ഇതുവരെ വികസനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്കിനി അവിടെ കൂടുതൽ എന്താണ് വികസനം വേണ്ടെന്നുള്ളത് ആശാബാബു കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. സംസാരിച്ചു. ഞാണ്ടൂർകുളത്ത് മുക്കോട്ടുകുളം ചിറ എന്ന് പറയുന്ന ഒരു ചിറയുണ്ട്. അത് ഒന്ന് നവീകരിച്ച് റോഡ് ഉൾപ്പെടെ ഒന്ന് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് അത് ആദ്യം ഈ അടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിലവില് അത് നമ്മളിപ്പോ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം 3-4 ദിവസത്തിന് മുന്നേ പോസ്റ്റുകളെല്ലാം നാട്ടി ഉടനെ പുതിയ പോസ്റ്റുകളെല്ലാം സ്ഥാപിച്ചായിരുന്നു. അതിനുശേഷം സ്ട്രീറ്റ് ലൈറ്റുകൾ ഉടനെ സ്ഥാപിക്കും. ഇദ്ദേഹം പറഞ്ഞ ഈ വഴി നമ്മൾ കൊക്കോട്ടോണം ചിറ എന്ന് പറയുന്നത് നമ്മൾ ഈ വർഷത്തെ പദ്ധതി 2025-26 സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് എസ്റ്റിമേറ്റ് പോയിട്ടുള്ളതാ. ഇനി ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. അങ്ങനെയാണ്. ഇനി വേറെ എന്തെങ്കിലും വികസനം അവിടെ, അതായത് ഇനി ഇവര് ചെങ്കോട്ടോണ വാർഡിലേക്ക് പോവുകയാണ്, അങ്ങനെ ഒരു വിഷമമുണ്ട്. കുറച്ച് സൈഡ് നടപടിയുണ്ട്, അതൊന്ന് ടാറിങ്ങോ ഇന്റർലോക്കോ വല്ല സംവിധാനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവിടെ? തീർച്ചയായിട്ടും കുടുംബശ്രീ എന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൗൺസിലറുടെയും ആ ഒരു വാർഡിന്റെയും ഒരു നട്ടെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുടുംബശ്രീ എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമപ്രദേശമായിരുന്നാലും പിന്നെ പ്രത്യേകിച്ചും എന്റെ മാതാവ് കുടുംബശ്രീയുടെ ADS പദ്ധതികളിൽ ഇരുന്നൊരു വ്യക്തി ആയതുകൊണ്ടും എനിക്ക് കുടുംബശ്രീയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുടുംബശ്രീ ഇപ്പൊ നിലവിലൊരു 80ഓളം കുടുംബശ്രീകൾ നമ്മുടെ വാർഡിൽ പ്രവർത്തിച്ചു വരുന്നു. അതില് നമ്മളൊന്ന് എണ്ണയിട്ട് ചലിപ്പിക്കാനായിട്ട് ഇനിയും കുറച്ച് കുടുംബശ്രീകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്ക് ഒരു ചലനം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പൊ എല്ലാ വാർഡുകളിലും ഞാണ്ടൂർക്കോണം വാർഡിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എല്ലാ കുടുംബശ്രീയിലെ അംഗങ്ങളും അത് ആ ഒരു പരിപാടിയിൽ, നഗരസഭയിൽ നിന്നുള്ള പരിപാടിയാണ്, ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചലനം എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ നഗരസഭ കൊണ്ടുവന്നത്. അപ്പോ കുടുംബശ്രീ വളരെയധികം ചേച്ചിമാരെന്ന് പറഞ്ഞാല് എല്ലാവരും, പ്രത്യേകിച്ച് നമുക്കറിയാം വീട്ടിലെ ബാങ്ക് എന്ന് പറഞ്ഞാലും നമ്മുടെ മുറ്റത്തെ ബാങ്ക് കുടുംബശ്രീ ആണെന്ന് പറഞ്ഞാലും ബാങ്ക് നല്ലവണ്ണം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ കള്ളം കട്ടുകൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു. അവിടെയും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ADS, CDS അങ്ങനെയുള്ളവരെല്ലാവരും കൂടി സംസാരിച്ച് അതിനെ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreationstevm@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.